ടിൻ ഫ്ലെയിം ജേണിയിലുള്ളവർക്ക് അനുഭവപ്പെടുന്ന ഒന്നാണ് ഈ ഇച്ചിങ്സ്. ഹീലിംഗ് ഒക്കെ തുടങ്ങിയതിന് ശേഷം ശരീരത്തിലുണ്ടാകുന്ന ഈ ചൊറിച്ചിൽ കയ്യിൽ, കാലിൽ, മുതുകത്ത്, കഴുത്തിൽ കാരണം ഒന്നുമില്ലാതെ അനുഭവപ്പെടുന്നു ഈ ഇച്ചിങ്സ് അല്ലേ. ഇത് ഹീലിങ്ങിൻ്റെ ഭാഗമാണോ? ഇന്നത്തെ വീഡിയോ ഈ വിഷയത്തെക്കുറിച്ചാണ്. വിശദമായി നമുക്ക് സംസാരിക്കാം. ആദ്യമേ ഞാൻ ഇതിനെ 2 കാഴ്ചപ്പാടിൽ വ്യക്തമാക്കാം. ഒന്ന് സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയുടെ വിശ്വാസവും രണ്ടാമത് മെഡിക്കൽ പരമായിട്ടുള്ള ഒരു വിശ്വാസം. ഇത് രണ്ടും മനസ്സിലാക്കിയാൽ മാത്രമേ ഈ വിഷയത്തെ സന്തുലിതമായി നമുക്ക് കാണാൻ കഴിയൂ. ആദ്യമേ എന്താണ് ഹീലിംഗ് എന്ന് നമുക്ക് നോക്കാം. പലരും കരുതുന്നത് ഹീലിംഗ് എന്നതൊരു മെഡിറ്റേഷൻ ആണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ഹീലിംഗ് അതിലും വലുതാണ്. നമ്മുടെ ഉള്ളിൽ വർഷങ്ങളായിട്ട് അടിഞ്ഞിരിക്കുന്ന ഭയം, വേദന, നിരാശ, അതുപോലെ തന്നെ ഈഗോ, അറ്റാച്ച്മെൻറ്റ്, കോപം, ഇതൊക്കെ ഉണ്ടല്ലോ പതിയെ പുറത്തു വിടുന്ന അല്ലെങ്കിൽ ഇതൊക്കെ വിട്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് ഹീലിംഗ്. അതിനെയൊക്കെ നമ്മൾ സുഖപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ഹീലിംഗ്. ഇനി നമുക്ക് സ്പിരിച്വൽ പരമായിട്ടുള്ള വിശ്വാസം എന്താണെന്ന് നോക്കാം. ഓരോ വികാരത്തിനും എനർജി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് കരച്ചിൽ, ഭയം, ദേഷ്യം, ഇതിനൊക്കെ എനർജി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവ മനസ്സിൽ മാത്രമല്ല കേട്ടോ, ശരീരത്തിലും ഒരു തരത്തിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മെഡിറ്റേഷൻ, ഹീലിംഗ് ഇന്നവർക്ക് ഒക്കെ ചെയ്യുമ്പോൾ ആ പഴയ ഇമോഷണൽ എനർജി റിലീസ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ശരീരത്തിലൂടെ പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. എനർജി ഷിഫ്റ്റിംഗ് സമയത്ത് നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഹീലിംഗ് ആഴത്തിൽ തുടങ്ങുമ്പോൾ ശരീരത്തിൽ എനർജി മാറാൻ തുടങ്ങുന്നു. ശരീരത്തിലൊരു വൈബ്രേഷൻ ഉണരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ സമയത്ത് പലർക്കും പല അനുഭവങ്ങളാണ് ഉള്ളത്. ശരീരത്തിൽ ചൂട് കൂടുക, തണുപ്പ് അനുഭവപ്പെടുക, കാരണമില്ലാതെ കരയുക, നെഞ്ചിടിപ്പ് വർദ്ധിക്കുക, തലവേദന, ചൊറിച്ചിൽ, ഉറക്കമില്ലായ്മ, കണ്ണ് നിറയുക. പലർക്കും പല അനുഭവങ്ങളാണ് ഈ എനർജി ഷിഫ്റ്റിംഗ് സമയത്ത് അനുഭവപ്പെടുന്നു എന്ന് പറയപ്പെടുന്നത്. എന്തുകൊണ്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. ഹീലിംഗ് സമയത്ത് പഴയ എനർജി റിലീസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആ മാറ്റം പെട്ടെന്ന് പൊരുത്തപ്പെടാൻ കഴിയാതെ വരുന്നു. ഇതാണ് നമുക്ക് ചൊറിച്ചിലായി അനുഭവപ്പെടുന്നത്. എനർജി ശരീരത്തിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ കാണിക്കുന്ന ഒരു ലക്ഷണമായിട്ടാണ് ഇതിനെ കരുതപ്പെടുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് എനർജി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉടൻ സ്വീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ ശരീരം താൽക്കാലികമായി പ്രതികരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഹീലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ പോസിറ്റീവ് ഊർജ്ജത്തെ സ്വീകരിച്ച് നെഗറ്റീവ് ഊർജ്ജത്തെ പുറത്തേക്ക് കളയാണ് ചെയ്യുന്നത്. നമ്മുടെ ആത്മാവിന് ആ എനർജിയെ വഹിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിന് അതിനുള്ള കഴിവ് ഇല്ല. ഒരു കാര്യം കൂടി ഞാനിവിടെ വ്യക്തമാക്കാം. സ്പിരിച്വൽ വിശ്വാസമാണ് ഞാനിവിടെ പറയുന്നത്. ഇതിന് ശാസ്ത്രീയമായിട്ടുള്ളൊരു സ്ഥിരീകരണം ഇതുവരെയും ഇല്ല. അതിനെ ആ കാഴ്ചപ്പാടിൽ കൂടെ തന്നെ കാണുക. ഇനി നമുക്ക് മെഡിക്കൽ പരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടും കൂടി നോക്കാം. ചൊറിച്ചിൽ സാധാരണയായി നിരവധി കാരണങ്ങളായിട്ടുണ്ടാവും. ഒന്ന് ഡ്രൈ സ്കിന്ന്, അലർജി, സോപ്പിൻ്റെ അലർജി, ക്രീമിൻ്റെ അലർജി, ഹോർമോൺ ചേഞ്ച്, സ്ട്രെസ്സ്, അതുപോലെ തന്നെ സ്കിൻ പ്രോബ്ലംസ്, ഇതൊക്കെ കാരണം നമുക്ക് ചൊറിച്ചിലുണ്ടാവും. ഞാൻ ഹീല് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു എന്ന് കരുതി അതിനെ അവഗണിക്കരുത് കേട്ടോ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, നിങ്ങളുടെ അനുഭവം പറയുക, രക്തം ടെസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടത്. ഹീലിംഗും ചെയ്യണം, അതുപോലെ തന്നെ ഹെൽത്തും നോക്കണം. രണ്ടും ഒരുപോലെ പ്രധാനമാണ് നമ്മുടെ ശരീരത്തിന്. ഹീലിംഗ് ജേണിയിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. മെഡിറ്റേഷൻ ചെയ്യണം, ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, നല്ലപോലെ ഉറങ്ങുക, നല്ല ഫുഡ് കഴിക്കുക, പ്രകൃതിയിൽ കുറച്ച് സമയം ചിലവഴിക്കുക, ജേർണലിംഗ് എഴുതുക, ശരീരത്തിലെ ഓരോ ലക്ഷണങ്ങളും ശ്രദ്ധിക്കുക. ഇതൊക്കെ ഹീലിംഗ് സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഈ ടിൻ ഫ്ലെയിം ജേണി എന്നത് ഒരു ലവ് സ്റ്റോറി അല്ല കേട്ടോ. അത് സെൽഫ് ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു യാത്രയാണ്. ഈ യാത്രയിൽ ചിലർക്ക് ഇമോഷണൽ റിലീസ് ഉണ്ടാവും, ചിലർക്ക് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാവും, ചിലർക്ക് ശരീരത്തിലെ വ്യത്യസ്ത അനുഭവങ്ങളുണ്ടാവും. ഇതൊക്കെ ഒരു അത്ഭുതകരമായി കാണാതെ, അതുപോലെ തന്നെ പൂർണ്ണമായും തള്ളിക്കളയാതെ സന്തുലിതമായ ഒരു കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോവുക. ഓർക്കേണ്ട ഒരു കാര്യം, ഹീലിംഗ് എന്നത് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും ഒരുപോലെ സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു യാത്രയായിട്ട് കാണുക. നിങ്ങൾക്കിതുപോലെ ഇച്ചിങ്സൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് പറയാൻ മറക്കരുത്. ഹാപ്പി ജേർണി.